ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും ഒരു ദിവസവും കൂടെ ദൈവസഭയുടെ മുൻപാകെ ദൈവവചനവുമായി നിൽക്കുവാൻ ദൈവം നൽകിയ വലിയ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഡ്യുവൽ സിറ്റിസൺഷിപ്പ് അഥവാ ഇരട്ട പൗരത്വം, ഒന്നുകൂടെ ലളിതമായിട്ട് പറഞ്ഞാൽ രണ്ട് രാജ്യങ്ങളുടെ പൗരത്വം അവകാശമായിട്ടുള്ള ആളുകൾ. ഇന്ന് ഈ ലോകത്തിൽ അങ്ങനെ ഇരട്ട പൗരത്വ അവകാശമുള്ള അനേകം ആളുകളെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമ്മുടെ ചില സഹോദരങ്ങൾക്ക് പോലും ഇരട്ട പൗരത്വം അവകാശമായിട്ടുള്ള ആളുകൾ ഉണ്ട്. എന്നാൽ ഈ ഇരട്ട പൗരത്വത്തിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഈ രണ്ട് രാജ്യങ്ങളുടെയും പൗരത്വ അവകാശങ്ങൾ ഒരേപോലെ തന്നെ അനുഭവിക്കുവാനായിട്ട് സാധിക്കുകയില്ല. എല്ലാ കാലത്തും ഒരു രാജ്യത്തിൻ്റെ പൗരത്വം അത് പ്രാഥമിക പൗരത്വമായിരിക്കും, അല്ലെങ്കിൽ പ്രൈമറി സിറ്റിസൺഷിപ്പ് ആയിരിക്കും. രണ്ടാമത്തെ രാജ്യത്തിൻ്റെ പൗരത്വം അത് സെക്കൻഡറി സിറ്റിസൺഷിപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ ദ്വിതീയ പൗരത്വമായിരിക്കും. ഈ രണ്ട് രാജ്യങ്ങളുടെയും പൗരത്വം ഒരുപോലെ അനുഭവിക്കുവാനായിട്ട് സാധിക്കുകയില്ല. പ്രിയമുള്ളവരെ, കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ദൈവമക്കളായിരിക്കുന്ന നമുക്ക് ഓരോരുത്തരും വേദപുസ്തകം പറയുന്നത് നാം എല്ലാവരും ഇരട്ട പൗരത്വ അവകാശമുള്ളവർ എന്നാണ്. അത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, നാം വേദപുസ്തകം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും, നാം എല്ലാവരും സ്വർഗീയ പൗരന്മാരാണ് എന്ന് വേദപുസ്തകം പറയുന്നു. അടുത്ത പൗരത്വം എന്നത് നാം ആയിരിക്കുന്ന രാജ്യത്തിൻ്റെ പൗരത്വം എന്നതാണ്. അതായത് നമ്മുടെ പ്രാഥമിക പൗരത്വം എന്നത് നാം സ്വർഗീയ പൗരന്മാരാണ്, അല്ലെങ്കിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന സ്വർഗീയ പൗരത്വമാണ്. രണ്ടാമത്തെ പൗരത്വം അല്ലെങ്കിൽ സെക്കൻഡറി സിറ്റിസൺഷിപ്പ് എന്നത് നാം ആയിരിക്കുന്ന രാജ്യത്തിൻ്റെ പൗരത്വമാണ്. എന്നാൽ പ്രിയമുള്ളവരെ, പലപ്പോഴും ഈ പൗരത്വം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാറുണ്ടോ എന്ന് നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. നമ്മുടെ പ്രാഥമിക പൗരത്വം അത് സ്വർഗീയ പൗരത്വമാണ്. എന്നാൽ നാം അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ രാജ്യത്തിൻ്റെ പൗരത്വം അത് പ്രാഥമിക പൗരത്വമായി നാം കണക്കാക്കി പോയിട്ടുണ്ടോ? നാം സ്വർഗീയ പൗരന്മാരാണ് എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു വേദഭാഗമാണ് ഇന്നത്തെ നമ്മുടെ പഠനത്തിന് ആധാരമായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനായിട്ട് നമ്മുടെ എല്ലാവരുടെയും ചിന്തകളെ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായം അതിൻ്റെ 17 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായം അതിൻ്റെ 17 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. അവിടെ ഇങ്ങനെ വായിക്കുന്നു: സഹോദരന്മാരെ, നിങ്ങൾ എല്ലാവരും എന്നെ അനുകരിപ്പിൻ. ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ച മാതൃക പ്രകാരം നടക്കുന്നവരെയും കുറിക്കൊള്ളുവിൻ. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ അനേകർ ക്രിസ്തുവിൻ്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നുവെന്ന് ഇപ്പോൾ കരഞ്ഞും കൊണ്ട് പറയുന്നു. അവരുടെ അവസാനം നാശം, അവരുടെ ദൈവം വയറ്, ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു. അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ ആകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. നമുക്ക് വളരെ പരിചയമുള്ള ഒരു വേദഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഈ വേദഭാഗത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മൾ ചെല്ലുന്നതിന് മുൻപേ ഈ വേദഭാഗം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ ഈ വേദഭാഗത്തിൻ്റെ പശ്ചാത്തലം നമ്മളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഈ വേദഭാഗത്തിൻ്റെ പശ്ചാത്തലം മനസ്സിലാക്കുവാൻ നമുക്ക് ഈ അധ്യായത്തിൻ്റെ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം മുതൽ നമ്മളൊന്ന് വേഗത്തിൽ പരിശോധിക്കുന്നത് ഈ വേദഭാഗത്തിൻ്റെ പശ്ചാത്തലം നമുക്ക് മനസ്സിലാക്കുവാൻ അത് സഹായകരമായി തീരും. 1-ാമത്തെ വാക്യം മുതൽ, അതായത് 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ അവിടെ നമ്മൾ കാണുന്നത് പൗലോസ് തൻ്റെ ജീവിതത്തെക്കുറിച്ച് ഒരു വിലയിരുത്തൽ നടത്തുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പൗലോസ് തൻ്റെ ജീവിതത്തെക്കുറിച്ച് ഒരു വിലയിരുത്തൽ നടത്തുന്നു. പ്രധാനമായിട്ടും 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ അവിടെ പൗലോസ് താൻ കർത്താവായ യേശുക്രിസ്തുവിനെ
അറിയുന്നതിന് മുൻപേ, അല്ലെങ്കിൽ ഒരു ദൈവ പൈതലായി തീരുന്നതിന് മുൻപേ തൻ്റെ പൂർവ്വകാലം എങ്ങനെയായിരുന്നു എന്നതിനെക്കുറിച്ചാണ് പൗലോസ് അവിടെ വിവരിക്കുന്നത്. അവിടെ നമ്മൾ വായിക്കുന്നത്, 8-ാം നാളിൽ പരിച്ഛേദന ഏറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ഇങ്ങനെയെല്ലാം പൗലോസിൻ്റെ പൂർവ്വകാല അനുഭവങ്ങളെക്കുറിച്ച് പൗലോസ് അവിടെ വിവരിക്കുകയാണ്. തുടർന്ന് 9-ാമത്തെ വാക്യം മുതൽ 11-ാമത്തെ വാക്യം വരെ നമ്മൾ വായിക്കുമ്പോൾ, താൻ കർത്താവായ യേശുക്രിസ്തുവിനെ അറിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ടതിന് ശേഷം തൻ്റെ വർത്തമാനകാല അനുഭവം എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചാണ് പൗലോസ് 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ വിവരിക്കുന്നത്. അവിടെ നമ്മൾ കാണുന്നത്, ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിങ്കലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടതിനും എന്ന് പറഞ്ഞതിന് ശേഷം പൗലോസ് പറയുന്നു, ഞാൻ അവൻ്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറ് എന്ന് എണ്ണുന്നു എന്നാണ് നമ്മളവിടെ വായിക്കുന്നത്. പ്രിയമുള്ളവരെ, പൗലോസ് കർത്താവായ യേശുക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ടതിന് ശേഷം, അതായത് കർത്താവ് തൻ്റെ നീതി പൗലോസിന് കൊടുത്തതിന് ശേഷം, കർത്താവിനാൽ നീതീകരിക്കപ്പെട്ടവനായതിനാൽ പൗലോസ് പറയുന്നത് തൻ്റെ സ്വന്തം നീതിയല്ല, താൻ ഇന്ന് കർത്താവ് തനിക്ക് നൽകിയിരിക്കുന്ന നീതിയുടെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്നാണ് പൗലോസ് തന്നെക്കുറിച്ച് പറയുന്നത്. തുടർന്ന് 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ അവിടെ പൗലോസ് പറയുന്നത്, ക്രിസ്തീയ ജീവിതം അതൊരു മാരത്തോൺ ഓട്ടത്തിന് സമമാണ് എന്നതാണ് പൗലോസ് അവിടെ പറയുന്നത്. ക്രിസ്തീയ ജീവിതം ഒരു മാരത്തോൺ ഓട്ടത്തിന് സമമാണ്. 14-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്, ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു എന്നാണ് പൗലോസ് തന്നെക്കുറിച്ച് പറയുന്നത്. അപ്രകാരം ഒരു ഓട്ടക്കളത്തിലാണ് പ്രിയമുള്ളവരെ നാം ഓരോരുത്തരും. തുടർന്ന് 17 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ, ഇന്നത്തെ നമ്മുടെ പഠനഭാഗം അതാണ്. അവിടെ നമ്മൾ കാണുന്നത്, ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്ന നാം ഓരോരുത്തരും നാം സ്വർഗീയ പൗരന്മാരാണ്. അതുകൊണ്ട് തന്നെ ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന, അപ്രകാരം ഓടേണ്ടവരായിരിക്കുന്ന ആളുകളാണ് നാം ഓരോരുത്തരും എന്ന് ഫിലിപ്പിയിലെ വിശ്വാസികളോട് പൗലോസ് ആഹ്വാനം ചെയ്യുകയാണ്. ഇതാണ് ഈ വേദഭാഗത്തിൻ്റെ ഒരു പശ്ചാത്തലമായിട്ടിരിക്കുന്നത്. ഈ വേദഭാഗത്തിന് ഞാൻ ഈ ആശയങ്ങളോടെല്ലാം ചേർന്ന് നിന്നുകൊണ്ട് തന്നെ ഞാൻ ഈ വേദഭാഗത്തിന് കൊടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന തലക്കെട്ട് എന്നത് നാം സ്വർഗീയ പൗരന്മാർ എന്നതാണ്. നാം സ്വർഗീയ പൗരന്മാർ, അല്ലെങ്കിൽ വി ആർ ദ സിറ്റിസൺസ് ഓഫ് ഹെവൻ. വി ആർ ദ സിറ്റിസൺസ് ഓഫ് ഹെവൻ. നമ്മുടെ വേദഭാഗത്തിലേക്ക് നമുക്ക് വരാം. 17 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. ഈ വേദഭാഗം അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയിലെ വിശ്വാസികൾക്ക് എന്തുകൊണ്ടാണ് എഴുതിയത്, എന്തിനു വേണ്ടിയിട്ടാണ് പൗലോസ് ഫിലിപ്പിയിലെ വിശ്വാസികൾക്ക് ഈ വേദഭാഗം എഴുതിയത് എന്നത് കൂടെ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അപ്പോസ്തലനായ പൗലോസ് ഈ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഓരോ വാക്കുകൾക്കും അതിനൊരു പശ്ചാത്തലമുണ്ട്, അതിനൊരു സാഹചര്യമുണ്ട്. ഫിലിപ്പിയിലെ വിശ്വാസികൾക്ക് ഈ വേദഭാഗം എഴുതിയിരിക്കുമ്പോഴും അതിന് വ്യക്തമായിരിക്കുന്ന ഒരു സാഹചര്യവും അതിനുള്ളായിരിക്കുന്ന ഒരു പശ്ചാത്തലവുമുണ്ട്. ഫിലിപ്പിയ എന്ന് പറയുന്ന സ്ഥലം അത് റോമ പട്ടണത്തിൽ നിന്നും ഏകദേശം 800 മൈല് അകലെയുള്ള കിഴക്കേ ഭാഗത്തുള്ള ഒരു കോളനിയായിരുന്നു ഫിലിപ്പിയ എന്ന് പറയുന്ന സ്ഥലം. ഈ ഫിലിപ്പിയയിലുള്ള ആളുകൾക്ക്, പ്രത്യേകമായിട്ടും ഫിലിപ്പിയയിലെ വിശ്വാസികളോടാണല്ലോ പൗലോസ് ഈ കാര്യങ്ങൾ പറയുന്നത്, അവിടെയുള്ള വിശ്വാസികൾക്ക് വളരെ ആശങ്കയുണ്ടാക്കിയിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. അതായത് ഇവർ റോമൻ രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നുവെങ്കിലും അവർക്ക് റോമൻ പൗരത്വം അവർക്ക് അവകാശമായി ലഭിച്ചിരുന്നില്ല. അത് അവരെ വളരെ സങ്കടപ്പെടുത്തിയിരുന്നു, അവരെ വലിയ ആശയക്കുഴപ്പത്തിലാക്കിയിരുന്നു.
ആ ഒരു ജനസമൂഹത്തിനടുക്കലേക്കാണ് പൗലോസ് വന്നിട്ട് നാം സ്വർഗീയ പൗരന്മാരാണ്, ഈ ലോകത്തിലുള്ള പൗരത്വം അത് നിത്യമായ പൗരത്വമല്ല എന്നുള്ളതായിരിക്കുന്ന ഒരു ആഹ്വാനം കൊടുക്കുന്നത്. ഇന്ന് ഈ ലോകത്തിൽ ഒരു അമേരിക്കൻ പൗരത്വം അല്ലെങ്കിൽ യൂറോപ്യൻ പൗരത്വം ഉണ്ട്, അവകാശമായിട്ട് ഉണ്ട് എന്ന് പറയുന്നത് ഒരു ക്രെഡിറ്റ് ആയിരിക്കുന്ന ഒരു അങ്ങനെയുള്ള ആളുകളെ നമ്മൾ കാണുമ്പോൾ ഒരു നിലവാരമുള്ള ആളുകളാണ് എന്നൊക്കെ നമ്മൾ പൊതുവെ ഒന്ന് ചിന്തിക്കാറുണ്ട്. അതേപോലെയായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ റോമൻ പൗരത്വം എന്ന് പറയുന്നത്. ഒരു റോമ പൗരൻ എന്ന് പറഞ്ഞാൽ ദേശത്ത് വളരെ അംഗീകാരമുള്ള ഒരു കാലഘട്ടമായിരുന്നു അന്നത്തെ കാലഘട്ടം എന്നത്. അതുകൊണ്ട് ഫിലിപ്പിയിലെ വിശ്വാസികൾക്ക് അവർക്ക് റോമൻ പൗരത്വം ഇല്ല എന്നത് അവർക്ക് വളരെ സങ്കടമായിരുന്നു. അവർക്ക് വളരെ ആശയക്കുഴപ്പമുണ്ടാക്കിയിരുന്ന, അവരെ വളരെ ആശങ്കപ്പെടുത്തിയിരുന്ന ഒരു കാര്യമായിരുന്നു അവർക്ക് റോമൻ പൗരത്വം ഇല്ലായിരുന്നു എന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയ വിശ്വാസികൾക്ക് ഈ വേദഭാഗം എഴുതുന്നത്. ഇനി നമ്മുടെ വേദഭാഗത്തിലേക്ക് വരാം. 17 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. ഈ വേദഭാഗത്തെ അടിസ്ഥാനമാക്കി 3 പോയിന്റുകൾ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം എന്നാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. ഒന്നാമത്തെ പോയിൻ്റായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് 17-ാമത്തെ വാക്യത്തെ ആസ്പദമാക്കി നാം സ്വർഗീയ മനോഭാവം മാതൃകയാക്കി ജീവിക്കണം എന്നതാണ് ഒന്നാമത്തെ പോയിൻ്റായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. നാം സ്വർഗീയ മനോഭാവം മാതൃകയാക്കി ജീവിക്കണം. 17-ാമത്തെ വാക്യം നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ 2 കൽപ്പനകൾ നമുക്ക് കാണാം. 2 കൽപ്പനകളാണ് പ്രധാനമായിട്ടും 17-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്. 1 അനുകരിപ്പിൻ, 2 കുറിക്കൊള്ളുവിൻ എന്ന 2 കൽപ്പനകളാണ് 17-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്. ആദ്യത്തെ കൽപ്പന നമുക്കൊന്ന് പരിശോധിക്കാം, അനുകരിപ്പിൻ. ഈ അനുകരിപ്പിൻ എന്നുള്ളത് അപ്പോസ്തലനായ പൗലോസാണ് പറയുന്നത്. പൗലോസ് ആ വേദഭാഗം ആരംഭിക്കുന്നത് സഹോദരന്മാരെ എന്ന് വിളിച്ചുകൊണ്ടാണ്. ഈ സഹോദരന്മാരെ എന്ന് പറയുന്നത് അത് ആരെക്കുറിച്ചാണ് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. നമുക്കതിനെക്കുറിച്ച് അധികം വിശദീകരണം ആവശ്യമില്ല. ഫിലിപ്പിയിലെ വിശ്വാസികളെ ഉദ്ദേശിച്ചാണ് പൗലോസ് സഹോദരന്മാരെ എന്ന് പറയുന്നത്. തുടർന്ന് താഴേക്ക് നമ്മൾ വായിക്കുന്നു, സഹോദരന്മാരെ നിങ്ങൾ എല്ലാവരും എന്നെ അനുകരിപ്പിൻ. ഈ അനുകരിപ്പിൻ എന്ന് പറയുന്നതായിരിക്കുന്ന വാക്ക് പൗലോസ് ഫിലിപ്പിയിലെ വിശ്വാസികളോട് മാത്രമല്ല പറയുന്നത്, മറ്റ് സഭകളോടും, കൊരിന്ത്യയിലെ സഭയോട് പറഞ്ഞിട്ടുണ്ട്, തെസ്സലോനിക്കയിലെ സഭയോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പൗലോസ് മറ്റ് സഭകളിലും പറഞ്ഞിരിക്കുന്ന ഒരു വാക്കാണ് നിങ്ങൾ എന്നെ അനുകരിപ്പിൻ എന്ന് പറയുന്നത്. നമ്മൾ വേദപുസ്തകം പരിശോധിച്ചാൽ കൊരിന്ത്യയിലെ വിശ്വാസികളോട് പൗലോസ് എന്നെ അനുകരിപ്പിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. 1 കൊരിന്ത്യർ 4-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യം, അതുപോലെ തന്നെ 1 കൊരിന്ത്യർ 11-ന്റെ 1-ാമത്തെ വാക്യം. ഈ വേദഭാഗങ്ങളിലെല്ലാം പൗലോസ് നിങ്ങൾ എന്നെ അനുകരിപ്പിനെന്ന് കൊരിന്ത്യയിലെ വിശ്വാസികളോട് പൗലോസ് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ ഫിലിപ്പിയിലെ വിശ്വാസികളോട് പറഞ്ഞ ആ പശ്ചാത്തലമായിരുന്നില്ല കൊരിന്ത്യയിലെ വിശ്വാസികളോട് പൗലോസ് നിങ്ങൾ എന്നെ അനുകരിപ്പിൻ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞത്. കൊരിന്ത്യയിലെ വിശ്വാസികളോട് പൗലോസ് പറയുമ്പോൾ അവിടെ കൊരിന്ത്യയിലെ വിശ്വാസികളെ കുറിച്ച് പൗലോസ് ഉദ്ദേശിക്കുന്നത്, ഞാൻ ക്രിസ്തുവിനെ പിൻഗമിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ക്രിസ്തുവിനെ ഞാൻ എങ്ങനെ അനുഗമിക്കുന്നുവോ അതുപോലെ നിങ്ങളും എന്നെ അനുഗമിക്കണം, അല്ലെങ്കിൽ നിങ്ങളും എന്നെ പിൻഗമിക്കണം എന്ന കാര്യമാണ് പൗലോസ് കൊരിന്ത്യയിലെ വിശ്വാസികളോട് പറയുന്നത്. അതുപോലെ തന്നെ ഞാൻ എന്നെ തന്നെ ത്യജിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ വേലയിൽ എപ്രകാരം ശുഷ്കാന്തി ഉള്ളവനായിരിക്കുന്നുവോ അതുപോലെ നിങ്ങളുമായിരിക്കണം എന്നുള്ളതായിരിക്കുന്ന ഒരു ആഹ്വാനമാണ് പൗലോസ് കൊരിന്ത്യയിലെ വിശ്വാസികളോട് പറയുന്നത്. ഇനി പൗലോസ് ഇതേ വാക്ക് നിങ്ങൾ എന്നെ അനുകരിപ്പിൻ എന്നുള്ളതായിരിക്കുന്ന വാക്ക് പറയുന്ന മറ്റൊരു സഭയാണ് തെസ്സലോനിക്കയിലെ സഭ എന്നത്. തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 3-ാമത്തെ അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം നമ്മൾ പരിശോധിച്ചാൽ നമുക്കവിടെ കാണാം, പൗലോസ് തെസ്സലോനിക്കയിലെ വിശ്വാസികളോട് പറയുകയാണ് നിങ്ങൾ എന്നെ അനുകരിപ്പിൻ. അവിടെ പശ്ചാത്തലം വ്യത്യസ്തമായിരിക്കുന്ന പശ്ചാത്തലമാണ്. കൊരിന്ത്യയിലെ വിശ്വാസികളോട് പറയുന്ന പശ്ചാത്തലമല്ല അവിടെ
ഫിലിപ്പിയിലെ വിശ്വാസികളോടും പറയുന്ന പശ്ചാത്തലമല്ല തെസ്സലോനിക്കയിലെ വിശ്വാസികളോട് പൗലോസ് നിങ്ങൾ എന്നെ അനുകരിപ്പിൻ എന്ന് പറയുമ്പോൾ അവിടെ പറയുന്നത്. തെസ്സലോനിക്കയിലെ വിശ്വാസികളെ സംബന്ധിച്ച് നമുക്കറിയാം, അവർ ക്രമം കെട്ട് അധ്വാനിക്കാൻ മനസ്സില്ലാതെ, ജോലിക്ക് പോകാൻ താല്പര്യമില്ലാതെ നടന്നിരുന്ന ഒരു കൂട്ടം ആളുകളായിരുന്നു തെസ്സലോനിക്കയിലെ സഭയിലുണ്ടായിരുന്നത്. അവരുടെ അടുക്കലേക്ക് പൗലോസ് ചെന്ന് രാപ്പകൽ അധ്വാനം കഴിച്ച് അവർക്ക് വലിയ ഒരു മാതൃക കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ മാതൃക കാണിച്ചു കൊടുത്തതിന് ശേഷം പൗലോസ് അവിടെ അവരോട് പറയുകയാണ്, നിങ്ങൾ എന്നെ അനുകരിപ്പിൻ. ഈ രണ്ട് സ്ഥലത്തുള്ളതായിരിക്കുന്ന, ഈ രണ്ട് സഭകളിലുമുള്ളതായിരിക്കുന്ന പശ്ചാത്തലം വളരെ വ്യത്യസ്തമാണ്. ഈ രണ്ട് സാഹചര്യത്തിലും പൗലോസ് എന്നെ അനുകരിപ്പിൻ എന്ന് പറയുമ്പോൾ രണ്ട് സാഹചര്യങ്ങളിലാണ് അത് പറയുന്നത്. ഇനി ഫിലിപ്പിയിലെ സഭയിലേക്ക് നമുക്ക് വരാം. ഫിലിപ്പിയിലെ സഭയിൽ ഈ കാര്യം അവതരിപ്പിക്കുമ്പോൾ, അതായത് എന്നെ അനുകരിപ്പിൻ എന്ന് പറയുമ്പോൾ അവിടുത്തെ പശ്ചാത്തലം വളരെ വ്യത്യസ്തമാണ്. അവിടെ ഉണ്ടായിരുന്ന ആളുകളെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർക്കുണ്ടായിരുന്ന പൗരത്വത്തെക്കുറിച്ച് വളരെ ആശങ്കയുണ്ടായിരുന്നു. അങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു സഭയിൽ പൗലോസ് ചെന്നിട്ട് പറയുകയാണ്, ക്രിസ്തുവേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുവാൻ ക്രിസ്തുവേശുവിനാൽ പിടിക്കപ്പെട്ടവരായിരിക്കുന്ന നാം ഇന്ന് ഈ ലോകത്തിൻ്റെ പൗരത്വ അവകാശികളല്ല. പ്രാഥമികമായിട്ടും സ്വർഗീയ പൗരന്മാരാണ് എന്ന ഒരു കാര്യമാണ് പൗലോസ് ഇവിടെ ഫിലിപ്പിയിലെ വിശ്വാസികളോട് പറയുന്നത്. അതുകൊണ്ട് ഞാൻ എങ്ങനെയാണോ ഒരു സ്വർഗീയ പൗരനായി ജീവിക്കുന്നത്, അതേപോലെ തന്നെ നിങ്ങളും ജീവിക്കണം എന്നുള്ളതായിരിക്കുന്ന ഒരു ആഹ്വാനമാണ് പൗലോസ് ഫിലിപ്പിയിലെ വിശ്വാസികളോട് പറയുന്നത്. തുടർന്ന് നമ്മൾ താഴേക്ക് വായിക്കുമ്പോൾ രണ്ടാമത് ഒരു കൽപ്പന കൂടെ കാണാം. അവിടെ നമ്മൾ കാണുന്നു, ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ച മാതൃക പ്രകാരം നടക്കുന്നവരെയും കുറിക്കൊള്ളുവിൻ. പൗലോസ് അവിടെ ഞങ്ങൾ എന്നുള്ളതായിരിക്കുന്ന ഒരു വാക്ക് പ്രയോഗിക്കുന്നുണ്ട്. ആദ്യത്തെ കൽപ്പനയിൽ, അതായത് അനുകരിപ്പിൻ എന്നുള്ളതായിരിക്കുന്ന കൽപ്പനയിൽ താൻ തന്നെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ആ ഒരു കൽപ്പന അവിടെ അവതരിപ്പിക്കുന്നത്. രണ്ടാമതായിട്ട് കുറിക്കൊള്ളുവിൻ എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് പൗലോസ് നിങ്ങൾ കുറിക്കൊള്ളുവിൻ എന്ന് പറയുന്നത്. ഞങ്ങൾ എന്നുള്ളതായിരിക്കുന്ന ഒരു പദപ്രയോഗം അവിടെ പൗലോസ് പ്രയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, ആരാണ് ഈ ഞങ്ങൾ? നമുക്കറിയാം, ഫിലിപ്പിയ സഭയിലെ പ്രശ്നങ്ങളിൽ അതിനൊരു പരിഹാരം നിർദ്ദേശിക്കുവാനും അവരുടെ ഇടയിൽ ചെന്ന് പ്രവർത്തിക്കുവാനും പൗലോസ് ഉപയോഗിച്ചിരുന്ന രണ്ട് പ്രധാന വ്യക്തികളായിരുന്നു തിമോത്തിയോസും എപ്പഫ്രോദിത്തോസും. ഈ രണ്ടു പേരെയും കൂടെ കൂട്ടിച്ചേർത്ത് കൊണ്ട് പൗലോസ് പറയുകയാണ്, ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ച മാതൃക പ്രകാരം നടക്കുന്നവരെയും കുറിക്കൊള്ളുവിൻ. എന്താണ് ഈ കുറിക്കൊള്ളുവിൻ എന്ന വാക്കിൻ്റെ അർത്ഥം? അതിന് സാധാരണയായി ഇംഗ്ലീഷിൽ കീപ് യുവർ ഐസ് ഓൺ ദം അല്ലെങ്കിൽ ഒബ്സർവ് ദം എന്നുള്ളതായിരിക്കുന്ന വാക്കുകൾ കുറിക്കൊള്ളുവിൻ എന്നുള്ളതായിരിക്കുന്ന വാക്കിന് പ്രയോഗിക്കാറുണ്ട്. അതായത് നിരീക്ഷിക്കുക, നിങ്ങളുടെ കണ്ണുകൾ അവരുടെ മേൽ വെച്ചു കൊള്ളുക എന്നുള്ളതായിരിക്കുന്ന അർത്ഥങ്ങളാണ് പൊതുവെ കുറിക്കൊള്ളുവിൻ എന്നുള്ളതായിരിക്കുന്ന വാക്കിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ വാക്ക് പൗലോസ് അവിടെ പ്രയോഗിക്കുമ്പോൾ തന്നെ പൗലോസ് തങ്ങൾ കാണിച്ചു കൊടുത്ത, അതായത് പൗലോസും തിമോത്തിയോസും എപ്പഫ്രോദിത്തോസും കാണിച്ചു കൊടുത്തതായിരിക്കുന്ന മാതൃക പ്രകാരം ജീവിക്കുന്നവരെ അവരെ കണ്ട് അവരെയും നിങ്ങൾ മാതൃകയാക്കിക്കൊള്ളുവിൻ എന്നുള്ളതായിരിക്കുന്ന ഒരു ആഹ്വാനമാണ് പൗലോസ് ഈ ഫിലിപ്പിയിലെ വിശ്വാസികൾക്ക് കൊടുക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ കൽപ്പനകൾ നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ അനുകരിപ്പിൻ എന്നുള്ളതായിരിക്കുന്ന കൽപ്പന പ്രധാനമായിട്ടും ആദ്യത്തെ ഒരു കൽപ്പനയായിട്ട് അവിടെ പറയുന്നു. തന്നെ അഭിസംബോധന ചെയ്ത് പൗലോസ് പറയുന്നു. കുറികൊള്ളുവിൻ എന്നുള്ളതായിരിക്കുന്ന അവരെ മൂന്നുപേരെയും ചേർത്ത് പൗലോസ് പറയുകയാണ്, ഞങ്ങൾ കാണിച്ച മാതൃക പ്രകാരം ജീവിക്കുന്നവരെയും നിങ്ങൾ കുറികൊള്ളുവിൻ എന്നുള്ളതായിരിക്കുന്ന കാര്യം പറയുന്നുണ്ട്. ഇത് നമ്മൾ വായിക്കുമ്പോൾ
പ്രത്യേകമായിട്ടും അനുകരിപ്പിൻ എന്നുള്ളതായിരിക്കുന്ന ഒരു കൽപ്പന നമ്മൾ വായിക്കുമ്പോൾ പൗലോസ് ഒരു പൂർണ്ണനായി നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത് എന്നുള്ളതായിരിക്കുന്ന ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരാം. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ നിന്ന് നിങ്ങളെല്ലാവരും എന്നെ അനുകരിപ്പിൻ എന്ന് പറഞ്ഞാൽ ഞാൻ എന്തോ ഒരു പൂർണ്ണനായിരിക്കുന്ന ഒരു മനുഷ്യനാണ് എന്നുള്ളതായിരിക്കുന്ന ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ പൗലോസ് എന്നെ അനുകരിപ്പിൻ എന്ന് പറഞ്ഞതായിരിക്കുന്ന എല്ലാ സാഹചര്യത്തിലും പൗലോസ് താൻ ഒരു പൂർണ്ണനായി എന്നല്ല. നമ്മൾ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ 12-ാമത്തെ വാക്യം നമ്മളൊന്ന് വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പൗലോസ് അവിടെ പറയുന്നത് തികഞ്ഞവനായി എന്നല്ല, ഞാൻ ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേ ഉള്ളൂ എന്നാണ് നമ്മളവിടെ വായിക്കുന്നത്. അതായത് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് അതൊരു പ്രോഗ്രസീവ് ആയിരിക്കുന്ന ഒരു ലൈഫാണ്. ക്രിസ്തീയ ജീവിതത്തിന് അതിന് ഒരു പൂർണ്ണതയിലേക്ക് ഈ ഭൂമിയിൽ വെച്ച് നമുക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കുകയില്ല. അത് കർത്താവിനോടൊപ്പം നാം ചേർന്നതിന് ശേഷം മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ നമുക്ക് പൂർണ്ണതയിലേക്ക് എത്തുവാൻ, അതിൻ്റെ ഒരു പുരോഗതി പ്രാപിക്കുവാനായിട്ട് നമുക്ക് ഈ ലോകത്തിൽ വെച്ച് സാധിക്കും. അങ്ങനെ ഒരു പക്വതയിലേക്ക് വളർന്നു വരുന്ന പൗലോസിനെയാണ് നമ്മളവിടെ കാണുന്നത്. നമ്മളവിടെ കാണുന്നു, നിങ്ങൾ എന്നെ അനുകരിപ്പിൻ. തുടർന്ന് താഴേക്ക് നമ്മൾ വായിക്കുമ്പോൾ 2-ാമത്തെ പോയിന്റിലേക്ക് നമുക്ക് വരാം. 2-ാമത്തെ പോയിൻ്റായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് 18-19 വാക്യങ്ങളെ ആസ്പദമാക്കിയിട്ടാണ്. 2-ാമത്തെ പോയിന്റ് ഇങ്ങനെയാണ്: ലൗകിക മനോഭാവം ക്രൂശിൻ്റെ ശത്രുതയാണ്. ലൗകിക മനോഭാവം ക്രൂശിൻ്റെ ശത്രുതയാണ്. പ്രിയമുള്ളവരെ, ദൈവജനത്തെ വഴിതെറ്റിക്കുവാൻ അനേകം ആളുകൾ കാത്തിരിപ്പുണ്ട് എന്നതിനെക്കുറിച്ച് നാം വളരെ ബോധ്യമുള്ളവരായിരിക്കണം. എല്ലാ കാലഘട്ടത്തിലും ദൈവജനത്തെ വഴിതെറ്റിക്കുവാൻ അനേകം ആളുകൾ ഉണ്ടായിരുന്നു. ഇന്നും നാം ആയിരിക്കുന്ന ഈ വർത്തമാന കാലഘട്ടത്തിലും നമ്മളെ തെറ്റിക്കുവാൻ അനേകം ആളുകൾ ഉണ്ട്. ഈ വേദഭാഗം നമ്മൾ വായിക്കുമ്പോൾ പൗലോസ് വളരെ വൈകാരികമായിട്ടാണ് ഈ വേദഭാഗം ഇവിടെ വിവരിച്ചിരിക്കുന്നത്. നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: ഇപ്പോൾ കരഞ്ഞും കൊണ്ട് പറയുന്നു എന്നാണ്. ഇപ്പോൾ കരഞ്ഞും കൊണ്ട് പറയുന്നു. എന്തുകൊണ്ടാണ് പൗലോസ് കരഞ്ഞുകൊണ്ട് ഫിലിപ്പിയിലെ വിശ്വാസികളോട് ഈ ഒരു വിഷയം അവതരിപ്പിക്കുവാൻ സംഗതിയായി തീർന്നത്? അവിടെ നമ്മൾ വായിക്കുന്നു, ദുരുപദേഷ്ടാക്കന്മാരെ ഉദ്ദേശിച്ച്, അതായത് നമ്മളവിടെ വായിക്കുന്നത്, ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ അനേകർ ക്രിസ്തുവിൻ്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നു. അതാണ് പൗലോസിനെ വളരെ വൈകാരികമായിട്ട് സംസാരിക്കുവാൻ സംഗതിയായി തീർന്നത്. ക്രൂശിൻ്റെ ശത്രുക്കളായി നടക്കുന്നു, അനേകർ ക്രൂശിൻ്റെ ശത്രുക്കളായി നടക്കുന്നു. എന്നാൽ പൗലോസിനെ സങ്കടപ്പെടുത്തിയ കാര്യം എന്നത്, ഈ ക്രൂശിൻ്റെ ശത്രുക്കളായി നടക്കുന്നവർ സഭയ്ക്കകത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നതാണ് പൗലോസിനെ വളരെ സങ്കടപ്പെടുത്തിയതായിരിക്കുന്ന കാര്യം. അപ്പോൾ ആരാണ് ഈ ക്രൂശിൻ്റെ ശത്രുക്കൾ? ദുരുപദേഷ്ടാക്കന്മാരെ ഉദ്ദേശിച്ചാണ് ക്രൂശിൻ്റെ ശത്രുക്കൾ എന്ന് പൗലോസ് ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത്. ഈ ദുരുപദേഷ്ടാക്കന്മാരായിരിക്കുന്ന ആളുകൾ സഭയ്ക്കകത്തുണ്ടായിരുന്നു എന്നത് പൗലോസിനെ വളരെ സങ്കടപ്പെടുത്തിയിരുന്നു. ഇന്ന് ആയിരിക്കുന്ന ഈ വർത്തമാന കാലഘട്ടത്തിലും സഭയ്ക്കുള്ളിൽ ദുരുപദേഷ്ടാക്കന്മാർ നുഴഞ്ഞു കയറുവാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അതിനെക്കുറിച്ച് വളരെ ബോധ്യമുള്ള ആളുകളായിട്ട് നാം ഓരോരുത്തരും ഇരിക്കേണ്ടത് ആവശ്യമാണ്. എങ്ങനെ നമുക്ക് ക്രൂശിൻ്റെ ശത്രുക്കളെ അല്ലെങ്കിൽ ദുരുപദേഷ്ടാക്കന്മാരെ തിരിച്ചറിയുവാനായിട്ട് സാധിക്കും? നമുക്ക് തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ അവരുമായിട്ടുള്ളതായിരിക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ഒക്കെ നമുക്കങ്ങനെ നിർത്തുവാനുമൊക്കെ സാധിക്കുകയുള്ളൂ. എങ്ങനെ നമുക്ക് ദുരുപദേഷ്ടാക്കന്മാരെ അല്ലെങ്കിൽ ക്രൂശിൻ്റെ ശത്രുക്കളെ തിരിച്ചറിയുവാനായിട്ട് സാധിക്കും? അതിനോടുള്ള ബന്ധത്തിൽ 4 കാര്യങ്ങൾ ഞാൻ വേഗത്തിൽ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒന്നാമത്തേത്, ക്രൂശിൻ്റെ ശത്രുക്കൾ ക്രൂശിൻ്റെ മൂല്യം കുറച്ച് കാണിച്ച്
മനുഷ്യരുടെ മൂല്യത്തെ ഉയർത്തി കാണിക്കുന്ന ആളുകളായിരിക്കും. ക്രൂശിൻ്റെ മൂല്യത്തെ കുറച്ച് കാണിച്ച് മനുഷ്യർ ചെയ്യുന്ന ചെറിയ ചെറിയ സൽപ്രവൃത്തികളെ ഉയർത്തി കാണിക്കുന്ന ആളുകളായിരിക്കും സാധാരണയായി ക്രൂശിൻ്റെ ശത്രുക്കളായിട്ട് ഇരിക്കുന്നത്. ഞാനൊരു ഉദാഹരണം പറയാം. ഏകദേശം ഒരു 25-30 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ സഭയിൽ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ആ വ്യക്തിയുടെ പേര് മാത്യു എന്നായിരുന്നു. അദ്ദേഹത്തെ ഞങ്ങൾ സ്നേഹത്തോടെ കാസ്ട്രോൾ മാത്യു എന്ന് വിളിക്കുമായിരുന്നു. കാരണം അദ്ദേഹത്തിന് കാസ്ട്രോൾ ഓയിൽ കമ്പനിയിലൊക്കെ ആയിരുന്നു ജോലി. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെ ഞങ്ങൾ കാസ്ട്രോൾ മാത്യു എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അന്നൊക്കെ ഞാനൊക്കെ വളരെ ചെറിയ ഒരു പ്രായമായിരുന്നു. വളരെ ഉത്സാഹമുണ്ടായിരുന്ന ഒരു വ്യക്തി. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകൾ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ തന്നെ വളരെ ആവേശഭരിതരായിത്തീരും. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയൊക്കെ വളരെ ശ്രദ്ധയോടുകൂടെ കേട്ടിരുന്നായിരിക്കുന്ന നാളുകളായിരുന്നു അതൊക്കെ. അന്നത്തെ കാലഘട്ടത്തിൽ എല്ലാ ഞായറാഴ്ചയും ഉച്ച കഴിഞ്ഞ് നമുക്ക് ഓപ്പൺ എയർ മീറ്റിംഗ്സ് ഉണ്ട്. അതിനെല്ലാം മുൻപിൽ നിന്ന് പ്രവർത്തിക്കുന്നതായിരിക്കുന്ന ഒരു വ്യക്തി. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം വിശ്വാസത്തിൽ നിന്ന് പിന്മാറിപ്പോയി. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. ഏതാനും ചില വർഷങ്ങൾക്ക് മുൻപ് ഞാനും നമ്മുടെ സഹോദരനും ഞങ്ങൾ ഒരുമിച്ച് കളമശ്ശേരിയിലെ ചില ഭാഗങ്ങളിൽ ഭവന സന്ദർശനം നടത്തുവാനായിട്ട് പോയപ്പോൾ വളരെ അവിചാരിതമായി ഇദ്ദേഹത്തിൻ്റെ ഭവനത്തിലേക്ക് കയറുവാൻ കാരണമായി തീർന്നു. അപ്പോൾ അദ്ദേഹം അവിടെയാണ് താമസിക്കുന്നത് എന്നതിനെക്കുറിച്ച് നമുക്കങ്ങനെ വലിയ അറിവുണ്ടായിരുന്നില്ല. അവിടെ അങ്ങനെ നമ്മൾ കയറി അല്പനേരം സംസാരിച്ചു. അപ്പോൾ സംസാരിച്ചപ്പോൾ ഞാൻ അങ്ങനെ പഴയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് അദ്ദേഹത്തെ ഓർപ്പിച്ചു. പഴയകാലത്തെ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ചൊക്കെ ഒന്ന് ഓർപ്പിച്ചു. അപ്പോൾ അങ്ങൾ മടങ്ങി വരണം, പഴയ പോലെ ഉത്സാഹമുള്ള ഒരാളായി മാറണം എന്നൊക്കെ ഒന്ന് ഓർപ്പിച്ചു. അപ്പോൾ അദ്ദേഹം എന്നോട് ഒരു ചോദ്യം ചോദിച്ചു. അപ്പോൾ ആ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്: ഞാനൊരു ചോദ്യം ചോദിക്കാം, ആ ചോദ്യത്തിന് വ്യക്തമായ ഒരു മറുപടി പറയുവാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചാൽ ഞാൻ സഭയിലേക്ക് വരാം എന്നതാണ് അദ്ദേഹം പറഞ്ഞതായിരിക്കുന്ന മറുപടി. അപ്പം ഞാൻ പറഞ്ഞു, ചോദ്യം ചോദിക്കുക, നമുക്ക് സാധിക്കുന്ന കാര്യമാണെങ്കിൽ ഉത്തരം പറയുവാനായിട്ട് അറിയുന്ന കാര്യമാണെങ്കിൽ മറുപടി പറയാം എന്നിങ്ങനെ പറഞ്ഞു. അപ്പം അദ്ദേഹത്തിൻ്റെ ചോദ്യം ഇതാണ്. ചോദ്യം: മഹാത്മാഗാന്ധിയും മദർ തെരേസയും സ്വർഗത്തിൽ പോകും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. മഹാത്മാഗാന്ധിയും മദർ തെരേസയും സ്വർഗത്തിൽ പോകും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അപ്പം ഞാൻ അതിന് മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്: മദർ തെരേസ ആയാലും മഹാത്മാഗാന്ധി ആയാലും സ്വർഗത്തിൽ പോകുമോ എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് മറുപടി പറയുവാനായിട്ട് സാധിക്കില്ല. കാരണം ദൈവവചനം പറയുന്നത് രക്ഷിക്കപ്പെട്ടെങ്കിൽ മാത്രമേ സ്വർഗത്തിൽ പോകുകയുള്ളൂ. അവർ കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അവർ സ്വർഗത്തിൽ പോകും. അത് അവരും ദൈവവുമായിട്ടുള്ള ഒരു ബന്ധമാണ്. നമുക്കതിനകത്തൊരു മറുപടി പറയുവാനായിട്ട് സാധിക്കുകയില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, മദർ തെരേസയും മഹാത്മാഗാന്ധിയും പോകാത്ത ഒരു സ്വർഗത്തിൽ എനിക്കും പോകണ്ട എന്നാണ് അദ്ദേഹം അതിന് പറഞ്ഞ മറുപടി. അതായത് പ്രിയമുള്ളവരെ, മനുഷ്യർ ചെയ്യുന്ന കേവലം ചെറിയ ചെറിയ സൽപ്രവൃത്തികളെ ഉയർത്തി കാണിച്ചുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു താൻ ചെയ്തായിരിക്കുന്ന വലിയ പ്രവൃത്തിയെ മാറ്റി നിർത്തി കർത്താവിൻ്റെ പ്രവൃത്തിയെ കുറച്ച് കാണിച്ച് മനുഷ്യർ ചെയ്യുന്ന ചില പ്രവൃത്തികളെ ഉയർത്തി കാണിക്കുന്ന ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. അങ്ങനെ ആരെങ്കിലും നമ്മുടെ ഇടയിൽ വന്നാൽ അവരെ ദുരുപദേഷ്ടാവായി, ക്രൂശിൻ്റെ ശത്രുവായി നാം കാണേണ്ടത് ആവശ്യമാണ്. രണ്ടാമതായിട്ട് നമുക്ക് ക്രൂശിൻ്റെ ശത്രുവിനെ തിരിച്ചറിയുവാൻ അവർ പൊതുവെ ദൈവത്തെ നിഷേധിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സൃഷ്ടിയെ നിഷേധിക്കുന്ന ആളുകളായിരിക്കും. ഇന്ന് ഈ ലോകത്തിൽ നമ്മൾ പരിശോധിച്ചാൽ അനേകം നിരീശ്വരവാദികൾ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ദൈവമില്ല എന്ന് പറയുവാൻ, ദൈവത്തെ നിഷേധിക്കുവാൻ, ദൈവത്തിൻ്റെ സൃഷ്ടിയെ നിഷേധിച്ചുകൊണ്ട് അവയെല്ലാം തന്നെ ഉണ്ടായി വന്നതാണ് എന്ന് പറയുവാനാണ് സാധാരണയായി ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യർക്ക് താല്പര്യമായിട്ടിരിക്കുന്നത്. എന്നാൽ നാം വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം, അങ്ങനെ ആരെങ്കിലും നമ്മുടെ അടുക്കലേക്ക് വന്നാൽ അവരെ ക്രൂശിൻ്റെ ശത്രുവായി, ദുരുപദേഷ്ടാവായി നാം മാറ്റി നിർത്തേണ്ടത് ആവശ്യമാണ്. മൂന്നാമതായിട്ട് ക്രൂശിൻ്റെ ശത്രുവിനെ തിരിച്ചറിയുവാൻ
സാധാരണയായ ക്രൂശിൻ്റെ ശത്രുക്കൾ അവർ ക്രിസ്തുവിനെ ദൈവമായി അംഗീകരിക്കാത്ത ആളുകൾ ആയിരിക്കും. അങ്ങനെ ഒരു കൂട്ടം ആളുകളുണ്ട്, ക്രിസ്തുവിനെ ദൈവമായി അംഗീകരിക്കാത്ത ആളുകൾ. നമുക്കറിയാം, യഹോവ സാക്ഷികൾ ഒരു ഉദാഹരണമാണ്. യഹോവ സാക്ഷികൾ അവർ ക്രിസ്തുവിനെ ദൈവമായി അംഗീകരിക്കാത്ത ആളുകളാണ്. 2 യോഹന്നാൻ അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ വളരെ ഭയനിർദ്ദേശം നൽകുന്നതായിരിക്കുന്ന ഒരു വാക്യം നമുക്കവിടെ കാണാം. ക്രിസ്തുവിനെ ദൈവമായി അംഗീകരിക്കാത്ത ആരെങ്കിലും നിങ്ങൾ കണ്ടാൽ അവരെ നിങ്ങൾ ഭവനത്തിൽ കയറ്റരുത് എന്നാണ് നമ്മളോട് വായിക്കുന്നത്. ക്രിസ്തുവിനെ ദൈവമായി അംഗീകരിക്കാത്ത ആളുകളെ നാം ഭവനത്തിൽ കയറ്റുവാനായിട്ട് പാടില്ല. അങ്ങനെയുള്ളവർ ക്രൂശിൻ്റെ ശത്രുക്കളാണ്. അങ്ങനെയുള്ളവർ ദുരുപദേഷ്ടാക്കളാണ്. 4-മതായിട്ട് ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. ക്രൂശിൻ്റെ ശത്രുക്കൾ പൊതുവെ അവർ സുവിശേഷം വ്യക്തമായി മനസ്സിലാക്കാതെ ക്രിസ്തു വിശ്വാസികൾ എന്ന് അവകാശപ്പെടുന്ന ആളുകളായിരിക്കും. സുവിശേഷം വ്യക്തമായി മനസ്സിലാക്കാതെ ക്രിസ്തു വിശ്വാസികൾ എന്ന് അവകാശപ്പെടുന്ന ആളുകളായിരിക്കും ഈ ക്രൂശിൻ്റെ ശത്രുക്കൾ അല്ലെങ്കിൽ ദുരുപദേഷ്ടാക്കൾ എന്ന് പറയുന്നത്. അതിന് അധികം വിശദീകരണം ആവശ്യമില്ല. ഇന്ന് ഈ ലോകത്തിൽ നമുക്ക് അനേകം ആളുകളെ നമുക്ക് കാണാം. സമൃദ്ധിയുടെ സുവിശേഷം, അതായത് പ്രോസ്പെരിറ്റി ഗോസ്പൽ, കേവലം ചില അത്ഭുത പ്രവൃത്തികൾ കാണിച്ചുകൊണ്ട് കർത്താവിൻ്റെ അടുക്കിലേക്ക് വരാം എന്ന് പറയുന്നതായിരിക്കുന്ന ആളുകൾ, ചില രോഗസൗഖ്യങ്ങൾ ലഭിച്ചുകൊണ്ട് കർത്താവിൻ്റെ അടുക്കിലേക്ക് വരാമെന്ന് പറയുന്നതായിരിക്കുന്ന ആളുകൾ, ഇവരെ സംബന്ധിച്ച് അവർ സുവിശേഷം വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടില്ല. സുവിശേഷം വ്യക്തമായി മനസ്സിലാക്കിയ ഒരാൾ എപ്പോഴും കർത്താവിനോട് കൂടെ ചേർന്ന് ജീവിക്കുന്ന ആളുകളായിരിക്കും. അവർ അപ്രകാരം ജീവിക്കുന്ന ആളുകളായിരിക്കും. അതായത് സുവിശേഷം വ്യക്തമായി മനസ്സിലാക്കാതെ ക്രിസ്തു വിശ്വാസികളെന്ന് അവകാശപ്പെടുന്ന ആളുകളെ നമ്മൾ കണ്ടാൽ അവരെ നമ്മൾ ദുരുപദേഷ്ടാവായി അല്ലെങ്കിൽ ക്രൂശിൻ്റെ ശത്രുവായി നാം കാണേണ്ടത് ആവശ്യമാണ്. നമുക്ക് താഴേക്ക് പോകാം. ക്രൂശിൻ്റെ ശത്രുക്കളെ എങ്ങനെ നമുക്ക് തിരിച്ചറിയാമെന്നതിനെക്കുറിച്ച് നമ്മൾ കണ്ടു. താഴേക്ക് നമ്മൾ വായിക്കുമ്പോൾ ഈ ക്രൂശിൻ്റെ ശത്രുക്കളുടെ അവസാനം എങ്ങനെയായിരിക്കും, അത് എന്തായിരിക്കും എന്നതിനെക്കുറിച്ചാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ക്രൂശിൻ്റെ ശത്രുക്കളുടെ അവസാനം അവിടെ ഒറ്റ വാക്കിലാണ് പൗലോസ് അത് പരാമർശിച്ചിരിക്കുന്നത്. അവരുടെ അവസാനം നാശം. ഈ നാശം എന്നുള്ളതായിരിക്കുന്ന വാക്കുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? നാശം എന്നുള്ളതായിരിക്കുന്ന വാക്ക്, അതായത് നിത്യമായിരിക്കുന്ന ന്യായവിധി, നിത്യമായിരിക്കുന്ന ശിക്ഷാവിധി, നിത്യമായിരിക്കുന്ന ദണ്ഡനം, ഇതെല്ലാം നാശത്തെ സൂചിപ്പിക്കുന്നതായിരിക്കുന്ന കാര്യങ്ങൾ. നാശത്തിൻ്റെ അർത്ഥം ഈ വാക്കുകൾ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഈ നാശം എന്നുള്ളതായിരിക്കുന്ന വാക്കിന് അല്പം വിശദീകരണം ആവശ്യമാണ്. കാരണം ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ അനിഹിലേഷൻ എന്നുള്ളതായിരിക്കുന്ന ഒരു ആശയം വളരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന, വളരെ പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വലിയ വലിയ തിയോളജിസ്റ്റുകൾ പോലും അനിഹിലിയേഷൻ എന്നുള്ളതായിരിക്കുന്ന ആശയം പഠിപ്പിക്കുന്നുണ്ട്. അത് എന്താണ് എന്നത് നമ്മളും അറിഞ്ഞിരിക്കുന്നത് വളരെ ആവശ്യമായിട്ട് ഇരിക്കുന്നു. അതായത് നരകത്തിലെ ജീവിതം എന്ന് പറയുന്നത് സ്വർഗത്തിലെ പോലെ നിത്യമായിരിക്കുന്ന ഒരു ഇൻഫിനിറ്റ് ആയിരിക്കുന്ന ഒരു കാലഘട്ടമല്ല. നരകത്തിലെ ജീവിതത്തിന് ഒരു അവസാനമുണ്ട് എന്ന് പഠിപ്പിക്കുന്ന ഒരാശയമാണ് അനിഹിലിയേഷൻ എന്ന് പറയുന്നത്. അതായത് നാം ഈ ലോകത്തിൽ വെച്ച് ചെയ്തതായിരിക്കുന്ന പാപപ്രവൃത്തികൾക്ക് അതിന് ഒരു കാലഘട്ടം ശിക്ഷാവിധി, ഒരു കാലഘട്ടം അതിൻ്റെ ശിക്ഷ തീരുവാനായിട്ട് ഒരു കാലഘട്ടം ദൈവം തീരുമാനിക്കുകയും ആ കാലഘട്ടം നരകത്തിൽ അനുഭവിച്ചതിന് ശേഷം അവരെ അങ്ങനെ നിത്യമായി നശിപ്പിച്ച് കളയുന്ന, ഇല്ലാതെയാക്കി കളയുന്ന ഒരു ക്രമീകരണമാണ് അനിഹിലിയേഷൻ എന്ന് പറയുന്നത്. എന്നാൽ പ്രിയമുള്ളവരെ, വചനം അതൊരിക്കലും പറയുന്നില്ല. ദൈവവചനം വളരെ സ്പഷ്ടമായിട്ട് പറയുന്നു. മത്തായി എഴുതിയ സുവിശേഷം 25-ാമത്തെ അധ്യായം 46-ാമത്തെ വാക്യം നമ്മൾ വായിച്ചാൽ അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: ഇവർ നിത്യദണ്ഡനത്തിലേക്കും നീതിമാന്മാർ നിത്യജീവങ്കലേക്കും പ്രവേശിക്കും എന്നാണ് നമ്മളവിടെ വായിക്കുന്നത്. ഇവർ നിത്യദണ്ഡനത്തിലേക്കും നീതിമാന്മാർ നിത്യജീവങ്കലേക്കും പ്രവേശിക്കും. പ്രിയമുള്ളവരെ, ഈ വാക്യത്തിൽ നിന്നും
ഒരു കാര്യം വളരെ വ്യക്തമാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ വ്യക്തികൾ, അവർ സ്വർഗത്തിൽ എത്ര കാലമുണ്ടോ അത്രയും കാലം കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കാതെ നരകത്തിലേക്ക് പോകുന്ന ആളുകൾക്ക് നരകത്തിൽ അവർ ജീവിക്കേണ്ടത് അത്രയും കാലഘട്ടം തന്നെയാണ്. അതായത് അതിനൊരു അവസാനമില്ല. സ്വർഗത്തിൽ നാം നിത്യജീവൻ പ്രാപിച്ചവരായിരിക്കുന്ന നാം സ്വർഗത്തിൽ നാം എത്ര കാലം ജീവിക്കുന്നുവോ ആ കാലഘട്ടത്തിന് അത്രയും കാലഘട്ടം തന്നെ നരകത്തിലുള്ളവരും ജീവിക്കണം. സ്വർഗത്തിൽ പോകുന്ന നമുക്കൊരവസാനമുണ്ടോ? നമുക്കൊരവസാനമില്ല. നാം അവിടെ നിത്യകാലം ഒരവസാനവുമില്ലാതെ കർത്താവിനോടൊപ്പം സന്തോഷിക്കുവാൻ വിളിക്കപ്പെട്ട ആളുകളാണ്. നിത്യദണ്ഡനം അതേപോലെ തന്നെ നിത്യമായി അവസാനമില്ലാത്ത ദണ്ഡനമായി അത് നിലനിൽക്കുകയും ചെയ്യും. തുടർന്ന് താഴേക്ക് നമ്മൾ വരുമ്പോൾ ക്രൂശിലെ ശത്രുക്കളുടെ നിലവിലെ അവസ്ഥയെക്കുറിച്ചാണ് പൗലോസ് അവിടെ പറയുന്നത്. ക്രൂശിലെ ശത്രുക്കളുടെ നിലവിലെ അവസ്ഥ, അതിനോടുള്ള ബന്ധത്തിൽ 3 കാര്യങ്ങൾ പൗലോസ് അവിടെ പറയുന്നുണ്ട്. ഒന്നാമത്തേത്, അവരുടെ വയറ് ദൈവം എന്നതാണ് ഒന്നാമത്തെ ഒരു കാര്യമായിട്ട് പൗലോസ് അവിടെ പറയുന്നത്. ഒരു ക്രൂശിലെ ശത്രുവിൻ്റെ നിലവിലെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ലോകത്തിലെ അവരുടെ ചിന്ത എന്ന് പറയുന്നത്, ഒന്നാമത്തേത് അവരുടെ ചിന്ത എപ്പോഴും, അല്ലെങ്കിൽ അവരുടെ ദൈവം എന്നത് വയറാണ് എന്നതാണ്. എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? അവരെ സംബന്ധിച്ച് അവരുടെ ജഡത്തിൻ്റെ പ്രേരണകളെ സേവിക്കുവാൻ വേണ്ടി ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളായിരിക്കും ഈ ക്രൂശിൻ്റെ ശത്രുക്കൾ എന്ന് പറയുന്നത്. തങ്ങളുടെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി, തൻ്റെ സ്വാർത്ഥമായിരിക്കുന്ന താല്പര്യങ്ങൾക്ക് വേണ്ടി, തങ്ങളുടെ ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് ഈ ക്രൂശിൻ്റെ ശത്രുക്കൾ എന്ന് പറയുന്നത്. അവരെ സംബന്ധിച്ച് അവരുടെ ദൈവം അത് സ്വർഗത്തിലെ ദൈവമല്ല, അവരുടെ ദൈവം അവരുടെ സ്വന്തം വയറ് തന്നെയാണ്. രണ്ടാമതായിട്ട് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്, ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു എന്നതാണ്. ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു. കപട വിശ്വാസികളെ ഉദ്ദേശിച്ചാണ് പ്രധാനമായിട്ടും പൗലോസ് ഈ ഒരു വാചകം പ്രയോഗിച്ചിരിക്കുന്നത്. ഇന്ന് ഈ ലോകത്തിൽ അനേകം കപട വിശ്വാസികളെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ബെന്നിഹിന്നിനെ കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അനേകം വീഡിയോസ് യൂട്യൂബുകളിൽ കാണാം. താൻ സ്റ്റേജിലേക്ക് കയറി വന്ന് ഒന്ന് കൈ ഉയർത്തി കാണിച്ചാൽ മുൻപിൽ നിൽക്കുന്ന അനേകം ആളുകൾ തെറിച്ചു വീഴുന്ന അനേകം വീഡിയോകൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ക്രിസ്തീയ വിശ്വാസത്തെ ഒരു കച്ചവടമാക്കി ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകൾ, അവർക്കതിനകത്ത് യാതൊരുവിധ ലജ്ജയുമില്ല. അവർ ചെയ്യുന്ന പ്രവൃത്തികളിൽ അവർക്ക് മാനം തോന്നുന്നു എന്നാണ് വേദപുസ്തകം പറയുന്നത്. പ്രിയമുള്ളവരെ, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ലോകത്തിൽ കാണുമ്പോൾ സാത്താൻ്റെ ഒരു പ്രധാന തന്ത്രമാണ് സത്യക്രിസ്ത്യാനികളെ പോലെ സംസാരിക്കുവാൻ, സത്യക്രിസ്ത്യാനികളെ പോലെ പ്രവർത്തിക്കുവാൻ കഴിയുന്ന ആളുകളെ സഭയ്ക്കുള്ളിൽ ആക്കുക എന്നുള്ളത്. നാം അതിനെക്കുറിച്ച് വളരെ ചിന്താകുലരായിരിക്കണം, അതിനെക്കുറിച്ച് വളരെ ബോധ്യമുള്ളവരായിരിക്കണം, ബോധവാന്മാരായിരിക്കണം. അങ്ങനെയുള്ളവരെ കണ്ടാൽ നാം വളരെ ശ്രദ്ധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. സഭയിൽ കപട വിശ്വാസികളുടെ സാന്നിധ്യം നമ്മളെ ഒരിക്കലും തെറ്റിദ്ധരിപ്പിക്കുവാനായിട്ട് പാടില്ല. ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. മൂന്നാമതായിട്ട് നമ്മളോട് വായിക്കുന്നത്, ഈ ക്രൂശിൻ്റെ ശത്രുക്കൾ അല്ലെങ്കിൽ ദുരുപദേഷ്ടാക്കന്മാർ അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു എന്നതാണ്. അവരെ സംബന്ധിച്ച് അവരുടെ നിക്ഷേപം ഒരിക്കലും സ്വർഗത്തിലല്ല. അവർ ഭൂമിയിലുള്ളതായിരിക്കുന്ന ചെറിയ നേട്ടങ്ങൾക്ക് വേണ്ടി, ചില നേട്ടങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് ഈ ക്രൂശിൻ്റെ ശത്രുക്കൾ എന്ന് പറയുന്നത്. അവരുടെ ജീവിതം എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് വളരെ അകലെയായിരിക്കും. ദൈവവുമായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ലാത്തതായിരിക്കുന്ന ആളുകളായിരിക്കും. അവരെ സംബന്ധിച്ച് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ച് യാതൊരു വിധത്തിലുള്ള ചിന്തയും അവർക്ക് ഉണ്ടായിരിക്കുകയില്ല. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു
വ്യക്തി ഉണ്ട്. അദ്ദേഹം ഒരു IPC കാരനാണ്, IPC സഭയിൽ പോകുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹവുമായിട്ട് പല കാര്യങ്ങൾ ചർച്ച ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ കൂടെ അല്ല, ഞങ്ങൾ 2 ടീമുകളിലാണ്. അദ്ദേഹം നേരത്തെ എൻ്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ സംഭവിച്ച കാര്യമാണിത്. ഞങ്ങൾ ഒരുമിച്ച് പല കാര്യങ്ങൾ ചർച്ച ചെയ്യാറുണ്ടായിരുന്നു. ബൈബിളിലെ ചില കാര്യങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ ചർച്ച ചെയ്തതിൻ്റെ കൂട്ടത്തിൽ ഈ അന്യഭാഷയെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ച് പോകാറുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ ഇദ്ദേഹം ഈ ലോകത്തിൽ വച്ച് നമുക്ക് കിട്ടാകുന്നതായിരിക്കുന്ന സുഖസൗകര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ വാഗ്ദത്തങ്ങളെക്കുറിച്ചൊക്കെയാണ് അദ്ദേഹം വളരെ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത്. കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്ന വാസസ്ഥലത്തെക്കുറിച്ചോ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തായിരിക്കുന്ന വലിയ പ്രവൃത്തിയെക്കുറിച്ചോ രക്ഷാകരണമായിരിക്കുന്ന പ്രവൃത്തികളെക്കുറിച്ചൊന്നും അദ്ദേഹത്തിന് അധികം സംസാരിക്കുവാനായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കൊരു സംശയം, ഇദ്ദേഹം വാസ്തവമായിട്ട് രക്ഷിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു വ്യക്തിയാണോ? അപ്പോൾ ഞാൻ കുറച്ച് നാളിങ്ങനെ സംസാരിച്ചതിന് ശേഷം അദ്ദേഹത്തോട് പറഞ്ഞു, നീ വാസ്തവമായിട്ട് രക്ഷിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ നീ വാസ്തവമായിട്ട് രക്ഷിക്കപ്പെടണം എന്നിങ്ങനെ പറഞ്ഞു. അപ്പം അദ്ദേഹം അതിന് പറഞ്ഞ മറുപടി, കർത്താവ് വാസ്തവമായി രക്ഷിക്കപ്പെടണമെന്ന് പറഞ്ഞ ശേഷം ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവ് വളരെ അടുത്തിരിക്കുകയാണ്. ഈ ലോകത്തിലെ സംഭവങ്ങൾ നമ്മൾ കാണുമ്പോൾ കർത്താവിൻ്റെ വരവ് വളരെ അടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് എത്രയും വേഗം രക്ഷിക്കപ്പെടണം എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്, കർത്താവ് ഈ അടുത്ത കാലത്തൊന്നും വരില്ല. അപ്പം ഞാൻ ചോദിച്ചു, അതെന്താ കാര്യം? അപ്പോൾ അതിന് അദ്ദേഹം പറഞ്ഞു, കർത്താവ് എനിക്ക് ചില വാഗ്ദത്തങ്ങൾ നൽകിയിട്ടുണ്ട്. ആ വാഗ്ദത്തങ്ങൾ നിറവേറ്റി കഴിഞ്ഞതിന് ശേഷമേ കർത്താവ് ഈ ലോകത്തിലേക്ക് വരികയുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, എന്താ അത്ര വാഗ്ദത്തങ്ങൾ എന്താണ്? അപ്പം അദ്ദേഹം പറഞ്ഞത്, എനിക്ക് കർത്താവ് ഒരു വീട് തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു കാറ് തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് അദ്ദേഹത്തിന് വീടും കാറും ഒക്കെ ഉണ്ട്, അത് വേറെ കാര്യം. അപ്പോൾ ഇതെല്ലാം തരുന്നതിന് മുൻപേ കർത്താവ് ഈ ലോകത്തിലേക്ക് വരില്ല എന്നിങ്ങനെ പറഞ്ഞു. ഞാൻ അതിലൂടെ പറയാൻ ഉദ്ദേശിച്ചത്, നമ്മുടെ ചിന്ത അല്ലെങ്കിൽ നമ്മുടെ നിക്ഷേപം അത് ഒരിക്കലും ഭൂമിയിലായിരിക്കുവാനായിട്ട് പാടില്ല. ഭൂമിയിൽ നാം താൽക്കാലികമായി ജീവിക്കുന്ന ആളുകളാണ്. നമ്മുടെ നിക്ഷേപം എപ്പോഴും സ്വർഗത്തിലായിരിക്കണം. നമ്മുടെ ചിന്തകൾ എപ്പോഴും ഉയരത്തിലുള്ളതായിരിക്കണം, ഭൂമിയിലുള്ളത് ആയിരിക്കരുത്. അങ്ങനെ ഭൂമിയിലുള്ളത് മാത്രം ചിന്തിക്കുന്ന, ദൈവവുമായിട്ട് വളരെ അകന്ന് ജീവിക്കുന്ന ആളുകളെ ഉദ്ദേശിച്ചുകൊണ്ടാണ് പൗലോസ് ഇവിടെ പറയുന്നത്, അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. നമുക്ക് താഴേക്ക് പോകാം. മൂന്നാമത്തെ പ്രധാന പോയിൻ്റായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് 20-21 വാക്യങ്ങളെ ആസ്പദമാക്കിയിട്ടാണ്. 20-21 വാക്യങ്ങളെ ആസ്പദമാക്കി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, യഥാർത്ഥ ക്രിസ്തു വിശ്വാസിയുടെ പൗരത്വവും ഭാവിയും സ്വർഗത്തിലാണ് എന്നതാണ്. യഥാർത്ഥ ക്രിസ്തു വിശ്വാസിയുടെ പൗരത്വവും ഭാവിയും അത് സ്വർഗത്തിലാണ്. 20ാമത്തെ വാക്യം അത് ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ ആകുന്നു. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ ആകുന്നു. ഇംഗ്ലീഷിൽ അവിടെ ആരംഭിക്കുന്ന ബട്ട് എന്നുള്ളതായിരിക്കുന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് എന്നാൽ നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു എന്നാണ് ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുന്നത്. അത് കുറച്ചുകൂടെ നമ്മൾക്ക് മനസ്സിലാക്കുവാൻ, ഈ വേദഭാഗം മനസ്സിലാക്കുവാനായിട്ട് അത് സംഗതിയായി തീരും. കാരണം ഒരു ക്രൂശിൻ്റെ ശത്രുവായിരിക്കുന്ന വ്യക്തിയെക്കുറിച്ചാണ് ഇതിൻ്റെ മുകളിൽ പറയുന്നത്, അല്ലേ? ഒരു ക്രൂശിൻ്റെ ശത്രുക്കളായിരിക്കുന്ന ആളുകളെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം, എന്നാൽ നമ്മളോ, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അതായത് കർത്താവിനെ അറിയാത്തതായിരിക്കുന്ന ആളുകളും കർത്താവിനെ അറിഞ്ഞതായിരിക്കുന്ന ആളുകളും തമ്മിലുള്ളതായിരിക്കുന്ന ഒരു അന്തരം, അവർ തമ്മിലുള്ളതായിരിക്കുന്ന ഒരു വ്യത്യാസം, അവർ തമ്മിലുള്ളതായിരിക്കുന്ന ഒരു വൈരുദ്ധ്യം, അതിനെയാണ് പൗലോസ് ഇവിടെ വരച്ച് കാണിക്കുന്നത്. എന്നാൽ നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ ആകുന്നു. ഈ പൗരത്വം അഥവാ സിറ്റിസൺഷിപ്പ് എന്ന വാക്കുകൊണ്ട് പൗലോസ് എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്?
പൗരത്വം അഥവാ സിറ്റിസൺഷിപ്പ് എന്ന വാക്ക് പുതിയ നിയമം നമ്മൾ പരിശോധിച്ചാൽ അത് ഈ വേദഭാഗത്ത് മാത്രമേ നമുക്ക് കാണുവാനായിട്ട് കഴിയുകയുള്ളൂ. മറ്റ് ഒരു വേദഭാഗത്തും പൗരത്വത്തെക്കുറിച്ച് ആരും പരാമർശിച്ചിട്ടില്ല. പൗലോസിൻ്റെ ഉദ്ദേശം വളരെ വ്യക്തമാണ്. റോമൻ പൗരത്വം ആഗ്രഹിച്ചിരുന്ന ഫിലിപ്പിയിലെ വിശ്വാസികളോട് പൗലോസ് പറയുകയാണ്, നമ്മുടെ പൗരത്വം ഈ ഭൂമിയിലെ പൗരത്വമല്ല പ്രാഥമികമായിട്ടുള്ളത്, നമ്മുടെ പൗരത്വം സ്വർഗത്തിലെ പൗരത്വമാണ്. ആ പൗരത്വമാണ് നമുക്ക് ഏറ്റവും പ്രാഥമികമായിട്ടുള്ള പൗരത്വം. അതുകൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുവാൻ വിളിക്കപ്പെട്ടതായിരിക്കുന്ന ആളുകളാണ് നാം ഓരോരുത്തരും എന്ന ഒരു ആഹ്വാനമാണ് പൗലോസ് അവിടെ നൽകുന്നത്. പ്രിയമുള്ളവരെ, സ്വർഗീയ പൗരത്വത്തിന് വിളിക്കപ്പെട്ട ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെ പൗരത്വം ഈ ലോകത്തോടുകൂടി അവസാനിക്കുന്ന ഒരു പൗരത്വമല്ല. ദൈവം നമുക്ക് നൽകിയതായിരിക്കുന്ന നിത്യമായി നിലനിൽക്കുന്ന ഒരു പൗരത്വത്തിൻ്റെ അവകാശികളാണ് നാം ഓരോരുത്തരും. ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് മുൻപോട്ട് പോകാം. അവിടെ രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നത് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരും എന്നതാണ്. കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരും. എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഈ യൂണിവേഴ്സൽ സാൽവേഷൻ പോലുള്ളതായിരിക്കുന്ന ആശയങ്ങൾ വിശ്വസിക്കുന്ന ആളുകൾ അവർ ഈ വാക്യത്തെ എല്ലാം കർത്താവ് ഇനി രണ്ടാമത് വന്ന് കർത്താവിൽ വിശ്വസിക്കാത്ത ആളുകളെയും കൂടെ കൂട്ടിച്ചേർത്ത് അവരെയും കൂടെ രക്ഷിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും എന്ന് പറയുന്ന ഒരു ആശയമാണ് യൂണിവേഴ്സൽ സാൽവേഷൻ പഠിപ്പിക്കുന്ന ആളുകൾ പറയുന്നത്. എന്നാൽ ആ ആശയമല്ല ഇവിടെ പറയുന്നത്. അങ്ങനെ ഒരു ആശയം ബൈബിളിൽ പഠിപ്പിക്കുന്നേ ഇല്ല. ഇവിടെ പൗലോസ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ചാണ്. കർത്താവ് രക്ഷിതാവായി ഇനി വരും. രക്ഷിതാവായി ഇനി വരും എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് ദൈവമക്കളായിരിക്കുന്ന ഓരോ വ്യക്തികളെയും നിത്യമായിരിക്കുന്ന ശിക്ഷാവിധിയിൽ നിന്ന്, നിത്യമായിരിക്കുന്ന ന്യായവിധിയിൽ നിന്ന് വീണ്ടെടുത്ത് സ്വർഗത്തിലേക്ക് കൂട്ടിച്ചേർത്ത് കൊണ്ടുപോകുവാനാണ് കർത്താവായ യേശുക്രിസ്തു ഇനി ഈ ലോകത്തിലേക്ക് രക്ഷിതാവായിട്ട് വരുന്നത്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ച് ഗലാത്യർക്ക് എഴുതിയ ലേഖനം, ഫിലേമോൻ, 2-3 യോഹന്നാൻ എന്നീ ലേഖനങ്ങൾ ഒഴികെ മറ്റ് എല്ലാ പുസ്തകങ്ങളിലും മറ്റ് എല്ലാ ലേഖനങ്ങളിലും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. ഇവിടെ പൗലോസ് രക്ഷിതാവായി വരും എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ കർത്താവ് ഒരിക്കൽ രക്ഷിക്കുവാനായിട്ട് പാപത്തിൻ്റെ കുഴഞ്ഞ ചേറ്റിൽ നിന്നും പാപികളെ രക്ഷിക്കുവാൻ, പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി മരിക്കുവാൻ ഈ ലോകത്തിലേക്ക് വന്ന ഒരു കർത്താവിനെയാണ് നമ്മൾ 2000 വർഷങ്ങൾക്ക് മുൻപ് കാണുന്നത്. എന്നാൽ ഇനി കർത്താവ് വരുന്നത് അങ്ങനെ ഒരു വരവല്ല, തൻ്റെ മക്കളെ തന്നോടുകൂടെ ചേർക്കുവാനായിട്ട് വരുന്ന ഒരു വരവാണ്. അതാണ് പൗലോസ് ഇവിടെ കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരും എന്ന് പറയുന്ന ആ വാചകം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തു തൻ്റെ ആദ്യത്തെ വരവ് ഇവിടെ വന്നപ്പോൾ ഏകദേശം ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് ഈ ലോകത്തിലേക്ക് വരുന്നതിനും 700 വർഷങ്ങൾക്ക് മുൻപ് യെശയ്യാ പ്രവാചകൻ കർത്താവ് ഇങ്ങനെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഈ ലോകത്തിലേക്ക് വരും എന്നുള്ളതായിരിക്കുന്ന ഒരു പ്രവചനം നടത്തിയിരുന്നു. അത് താൻ പ്രവചിച്ച് 700 വർഷങ്ങൾക്ക് ശേഷം നടന്നുവെങ്കിൽ കർത്താവായ യേശുക്രിസ്തു താൻ രണ്ടാമത് ഈ ലോകത്തിലേക്ക് വന്ന് തൻ്റെ മക്കളെ ചേർത്തുകൊണ്ട് പോകും എന്ന് പറഞ്ഞിരിക്കുന്ന ആ വാഗ്ദത്തം കർത്താവ് അത് നിറവേറ്റും എന്നതിന് യാതൊരുവിധ സംശയവുമില്ല. നമുക്ക് വളരെ പ്രത്യാശ നൽകുന്ന ഒരു വാഗ്ദത്തമായിട്ട് അത് ഇരിക്കുന്നു. മൂന്നാമതായിട്ട് ഒരു കാര്യം കൂടെ അവിടെ നമുക്ക് കാണാം. കർത്താവ് നമ്മെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തുവാനായിട്ട് പോവുകയാണ്. തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തുവാനായിട്ട് പോകുന്നു. നമുക്കെത്രയോ ആശ്വാസം നൽകുന്ന, നമുക്കെത്രയോ നമ്മുടെ പ്രത്യാശയെ വളരെ വർദ്ധിപ്പിക്കുന്ന ഒരു വാക്യമായിട്ട് ആ വാക്യം ഇരിക്കുന്നു. അവിടെ നമ്മൾ വായിക്കുന്നത് 21-ാമത്തെ വാക്യം, അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ
തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? ബൈ ദ പവർ ദാറ്റ് എനേബിൾസ് ഹിം ഈവൻ ടു സബ്ജക്റ്റ് ഓൾ തിങ്സ് ടു ഹിംസെൽഫ് എന്നാണ് നമ്മളവിടെ വായിക്കുന്നത്. സകലത്തെയും കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന ശക്തിയുള്ളവനായി കർത്താവായ യേശു ക്രിസ്തു ഇനി ഈ ലോകത്തിലേക്ക് വരുവാനായിട്ട് പോവുകയാണ്. കർത്താവ് ഒരിക്കൽ ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ താൻ ഏറ്റവും ദരിദ്രനായി, ഏറ്റവും താഴ്മയുള്ള ദാസനായിട്ടാണ് ഈ ലോകത്തിലേക്ക് കർത്താവ് ഒരിക്കൽ വന്നത്. എന്നാൽ ഇനി കർത്താവ് വരുന്നത് അങ്ങനെയല്ല. ഇനി കർത്താവ് ഈ ലോകത്തിലേക്ക് വരുന്നത് ഒരു ദരിദ്രനായിട്ടോ ഒരു ദാസനായിട്ടോ അല്ല. താൻ ഈ ലോകത്തിലേക്ക് ഇനി വരുവാൻ പോകുന്നത് രാജാതിരാജാവായി, കർത്താതി കർത്താവായി, സകലത്തിന്മീതെ വാഴുന്നവനായി, സകലത്തെയും ഭരിക്കുവാനായിട്ടാണ് കർത്താവായ യേശു ക്രിസ്തു ഇനി ഈ ലോകത്തിലേക്ക് വരുവാനായിട്ട് പോകുന്നത്. ആ കർത്താവ് അങ്ങനെ ഭരിക്കുകയും വാഴുകയും ചെയ്യുക മാത്രമല്ല, തന്നോട് കൂടെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി നമ്മളെയും അവൻ രൂപാന്തരപ്പെടുത്തുവാനായിട്ട് പോവുകയാണ്. കർത്താവായ യേശു ക്രിസ്തു താൻ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയത് ഏത് തേജസ്കരിക്കപ്പെട്ട ശരീരത്തിലാണോ അതേ ശരീരത്തിലേക്ക് നാം ഓരോരുത്തരും രൂപാന്തരപ്പെടുവാനായിട്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം എത്രയോ ഭാഗ്യകരമായിരിക്കുന്ന അവസ്ഥയിലുള്ള ആളുകളാണ്. നമ്മുടെ പൗരത്വം അത് ഭൂമിയിലെ പൗരത്വം അല്ല ഏറ്റവും പ്രാഥമികമായിട്ടിരിക്കുന്നത്. നമ്മുടെ പൗരത്വം അത് സ്വർഗത്തിലാണ്. നിത്യമായി നിലനിൽക്കുന്ന ഒരു പൗരത്വമാണ് നമുക്ക് സ്വർഗത്തിലെ ദൈവം നൽകിയിരിക്കുന്നത്. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് ഈ വേദഭാഗത്തെ ആസ്പദമാക്കി നമ്മൾ ചിന്തിച്ചത്. ഒന്നാമതായിട്ട് നമ്മൾ ചിന്തിച്ചു, നാം സ്വർഗീയ മനോഭാവം മാതൃകയാക്കി ജീവിക്കണം. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിച്ചു, ലൗകിക മനോഭാവം ക്രൂശിൻ്റെ ശത്രുതയാണ് എന്നത് നമ്മൾ ചിന്തിച്ചു. മൂന്നാമതായിട്ട് നമ്മൾ ചിന്തിച്ചത്, യഥാർത്ഥ ക്രിസ്തു വിശ്വാസിയുടെ പൗരത്വവും ഭാവിയും അത് സ്വർഗത്തിലാണ് എന്ന് നമ്മൾ ചിന്തിച്ചു. ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമ്മൾ ചിന്തിച്ച ഈ വേദഭാഗത്തെ ആസ്പദമാക്കി പ്രായോഗിക തലത്തിൽ ചിന്തിക്കുവാൻ 2 ചോദ്യങ്ങൾ ചോദിച്ച് ഇന്നത്തെ വചന പഠനം അവസാനിപ്പിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം, പൗലോസിൻ്റെ ജീവിതം നമുക്കെപ്പോഴും മാതൃകയായിട്ടിരിക്കുന്നു. എന്നാൽ ഇന്ന് ഈ ലോകത്തിൽ പൗലോസിനെ അനുകരിക്കുവാൻ വേദപുസ്തകം മാത്രമാണ് നമ്മുടെ മുൻപിലുള്ളത്. പൗലോസ് എന്ന വ്യക്തി നമ്മുടെ മുൻപിലില്ല. എന്നാൽ നമ്മൾ ഈ പഠിച്ച വേദഭാഗത്തിൽ പൗലോസും കൂട്ടരും, അതായത് പൗലോസും തിമോത്തിയോസും എപ്പഫ്രോദിത്തോസും, അവർ കാണിച്ച മാതൃക പ്രകാരം ജീവിക്കുന്നവരെ കുറിക്കൊള്ളുവാനായിട്ട് പറയുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ മാതൃകയാക്കിയിരിക്കുന്ന ആരെങ്കിലും നമ്മുടെ ജീവിതത്തിലുണ്ടോ? അങ്ങനെ ഇല്ല എങ്കിൽ നമ്മൾക്ക് അങ്ങനെ മാതൃകയാക്കുവാൻ കഴിയുന്ന ആളുകളെ നാം മാതൃകയാക്കുന്നത് നല്ലതാണ്. നമ്മളെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്ന, നമ്മൾ തളർന്നു പോകുമ്പോൾ നമ്മളെ ഉയർത്തുവാൻ കഴിയുന്ന ഒരു മെൻറ്ററായി നമ്മോട് കൂടെ ഇരിക്കുവാൻ കഴിയുന്ന ഒരു വ്യക്തി നമുക്കുള്ളത് വളരെ അനുഗ്രഹമാണ്. ക്രിസ്തീയ ജീവിതത്തിന് ഉത്സാഹം പകരുന്ന ഒരു കാര്യവും കൂടെയാണത്. അങ്ങനെ ആരെങ്കിലും നമുക്ക് ഇല്ല എങ്കിൽ, മാതൃകയാക്കുവാൻ കഴിയുന്ന ആരെങ്കിലും ഭക്തന്മാരെ നമുക്ക് മാതൃകയാക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. രണ്ടാമതായിട്ട് ഒരു ചോദ്യവും കൂടെ ചോദിച്ച് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നാം വാസ്തവമായി സ്വർഗീയ പൗരത്വം ലഭിച്ചവരാണ് എന്ന ബോധ്യം നമുക്ക് ഉണ്ടോ? അതോ നമ്മൾ ഈ ലോകത്തിലുള്ള പൗരത്വമാണോ പ്രാഥമിക പൗരത്വമായിട്ട് കാണുന്നത്? നാം സ്വർഗീയ പൗരന്മാരാണ് എന്ന ബോധ്യത്തോടു കൂടെ ജീവിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഒരു ക്രിസ്തു കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അത് നമ്മുടെ യാതൊരുവിധ പ്രവൃത്തികൾ കൊണ്ടല്ല, ദൈവം നമുക്ക് നൽകിയ നീതി കൊണ്ട് മാത്രം സാധ്യമായി തീരുന്ന ഒരു കാര്യമാണ്. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമവേളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നവരായി ആ ഒരു ലക്ഷ്യബോധത്തോടു കൂടെ നമുക്ക് ജീവിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു.
ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.